ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ, വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്, വിത്ത് മാത്തമാറ്റിക്സ്, വിത്ത് ഓപ്പറേഷൻ റിസർച്ച്, വിത്ത് അക്കൗണ്ടിങ് എന്നുള്ള കാര്യങ്ങളാണ്. എത്രത്തോളം നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സ് ഈ പറഞ്ഞ കാര്യത്തിനോടൊക്കെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. നമ്മൾ മാനേജ്മെൻറ്റ് ഇസ് ആർട്ട് സയൻസ് എന്ന് പറഞ്ഞ പോലെ മാനേജറിയൽ എക്കണോമിക്സ് ഒക്കെ ഇവരായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണേ എന്നുള്ളതാണ് നമുക്ക് നോക്കണത്. ഫസ്റ്റ് വൺ ആണ് റിലേഷൻഷിപ്പ് ഓഫ് മാനേജർ എക്കണോമി വിത്ത് മൈക്രോ എക്കണോമിക്സ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ യൂണിറ്റ്, അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മൈക്രോ എക്കണോമിക്സിന് മെയിൻ ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇലാസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിൻ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചർ എക്സെട്ര. ഇതൊക്കെ മാനേജറിയൽ എക്കണോമിക്സിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് മൈക്രോ എക്കണോമിക്സിൻ്റെ തിയറീസും ടൂൾസും എല്ലാം മാനേജ്മെൻറ്റ് എക്കണോമിക്സിലും അവർ അപ്ലൈ ചെയ്യുന്നുണ്ട്. സോ അവർ തമ്മിലൊരു ചെറിയ റിലേഷൻഷിപ്പ് ഉണ്ടാവും. നെക്സ്റ്റ് is റിലേഷൻഷിപ്പ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് മാക്രോ എക്കണോമിക്സ്. ഇനി മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യണത്? കൺസെപ്റ്റ്സ്, ബിസിനസ് സൈക്കിൾ, നാഷണൽ ഇൻകം, എംപ്ലോയ്മെൻറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റ് എക്സെട്ര. So macroeconomics help to business executive in understanding the way which business operate. It also in production planning and forecasting. In short, macroeconomics help to improve the quality of business decision. The manager depend on not only the micro but also the upon macroeconomics. അപ്പോൾ എന്താ ചെയ്യണേ, ഇവിടുത്തെ മാക്രോ എക്കണോമിക്സിൽ ഏതൊക്കെയുള്ളത്? നമ്മൾ പറഞ്ഞത് ബിസിനസ് സൈക്കിൾ ഉണ്ട്, നാഷണൽ ഇൻകം ഉണ്ട്, എംപ്ലോയ്മെൻറ്റ്, അതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ കാര്യങ്ങൾ ആരും യൂസ് ചെയ്യുന്നുണ്ട്? മാനേജറിയൽ എക്കണോമിക്സും യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് എന്തിനാണോ, അവർക്ക് ഏത് കാര്യത്തിനാ, ഒന്നെങ്കിൽ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യാനോ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ്റെ കാര്യത്തിനോ, അല്ലെങ്കിൽ പ്രൈസസിൻ്റെ കാര്യത്തിൽ ഈ കാര്യങ്ങൾ ഇതിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഇനി നമ്മുടെ അടുത്തത് റിലേഷൻ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, ട്രെൻഡ് പ്രൊജക്ഷൻസ്, മൾട്ടിപ്പിൾ റിഗ്രഷൻസ്, മീൻ, മീഡിയൻ, മോഡ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ നമ്മുടെ ഒരു മാനേജറിയൽ എക്കണോമിക്സ് ഇതൊക്കെ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ചാൽ അവർ ഡിസിഷൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. സ്റ്റാറ്റിസ്റ്റിക്കിലെ പല ടൂൾസും ആര് യൂസ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മാനേജറിയൽ എക്കണോമിക്സ് അവരുടെ ഡിസിഷൻസ് എക്കണോമിസ്റ്റ് അവരുടെ ഡിസിഷൻസ് എടുക്കാൻ, അവരുടെ ഫേമിലെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അവരത് യൂസ് ചെയ്യുന്നത്. സോ അവർ തമ്മിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് പറയണത്. അതേപോലെ തന്നെ മാത്സിൽ എന്ന് പറയുമ്പോൾ ഏതാ? ആൾജിബ്ര, ജിയോമെട്രി, അത്തമാറ്റിക് എക്സെട്ര, ഡയഗ്രാംസ്, സിംബൽസ്, ഇതൊക്കെ അതൊക്കെ എന്തിലുണ്ട്? മാത്സിലുണ്ട്. അതേപോലെ തന്നെ അത് എക്കണോമിക്സിലും അവരെന്താ ചെയ്യണേ? ഗ്രാഫിൽ അതേപോലെ ഡയഗ്രാംസ് ഒക്കെ വെച്ചിട്ട് അവരും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് ഓഫ് മാത്സ് പല കാര്യങ്ങളും ഇപ്പോൾ എക്സ് വാല്യൂ ഇട്ടിട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്യൂച്ചർ കാൽക്കുലേറ്റ്, ഇപ്പോൾ എക്സ് വാല്യൂ നമുക്ക് അറിയില്ല, വാല്യൂ അറിയില്ല. ആ വാല്യൂ അറിയില്ലെങ്കിൽ നമ്മൾ എന്താ കണ്ടുപിടിക്കില്ലേ? ഇപ്പോൾ എന്താ 2x എന്താ 2x, ഇതിലത്തെ എക്സിൻ്റെ വാല്യൂ എന്താ കണ്ടുപിടിക്കാൻ പറയില്ലേ? അപ്പോൾ അത് കണ്ടുപിടിച്ച് അതിൻ്റെ ആൻസറിലേക്ക് എത്തിക്കും. നമ്മൾ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് ആൻസർ. അതേപോലെ തന്നെയാണ് നമ്മുടെ മാനേജ്മെൻറ്റ് എക്കണോമിക്സ്. ഈ മാത്സിൻ്റെ ടൂൾസ് പലതും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓപ്പറേഷൻ റിസർച്ച്, ലീനിയർ പ്രോഗ്രാമിങ്, അതൊക്കെ നമുക്ക് PGയിലൊക്കെ പഠിക്കുന്നതാണ്. ഓപ്പറേഷൻ റിസർച്ച്, ലീനിയർ പ്രോഗ്രാം, ടെക്നിക്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, ഗെയിം തിയറി ഒക്കെയാണ് ഏതാണ് ഓപ്പറേഷൻ തിയറിയിൽ ഇരിക്കുന്നത്. സോ ഇത് എന്താ പറയുക, ഇവരിതും എന്തിൽ യൂസ് ചെയ്യുന്നുണ്ട്? ഇത് അവരുടെ ഈ ഓപ്പറേഷൻ റിസർച്ചിൽ യൂസ് ചെയ്യുന്ന തിയറീസ്, മാനേജറിയൽ എക്കണോമിക്സ്, അത് അവരുടെ ഡിസിഷൻസ്, ഒരു ഫേമിലെ ഡിസിഷൻ എടുക്കാൻ അവർ അതിലും യൂസ് ചെയ്യുന്നുണ്ട്. സോ അത് തമ്മിലൊരു റിലേഷൻ ഉണ്ട്. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് മാത്സ് ആയാലും അതുപോലെ മൈക്രോ ആയാലും മാക്രോ ആയാലും സ്റ്റാറ്റി ആയാലും ഓപ്പറേഷൻ റിസർച്ച് ആയാലും, ഒന്നും കൂടി ഉണ്ട് അക്കൗണ്ടിങ്ങും ഉണ്ട്. അക്കൗണ്ടിങ്ങിൽ എന്താണ്? ബാലൻസ് ഷീറ്റ് പറയും, ഒരു ഫേമിൻ്റെ ബാലൻസ് ഷീറ്റ് ഓഫ് ദ ഫേമിൻ്റെ കാര്യങ്ങൾ പറയും. അതുകൊണ്ട് എന്താണ്, അതനുസരിച്ചിട്ടായിരിക്കും മാനേജർ അവിടുത്തെ ഡിസിഷൻ എടുക്കേണ്ടാവുക. അപ്പോൾ അവർക്ക് എന്താണ്, അതിൽ നിന്ന് നമുക്ക് നോക്കിയാൽ റൈറ്റ് ഡിസിഷൻസ് കാര്യങ്ങൾ എടുക്കാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് മാനേജറിയൽ എക്കണോമിക്സ് എന്തിൽ റിലേറ്റഡ് ആണ്? അക്കൗണ്ടിലും റിലേറ്റഡ് ആണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ
മാനേജറിയൽ എക്കണോമിക്സ് ആയത് മൈക്രോൻ്റെ പല കാര്യങ്ങളും ആഡ് ചെയ്തിട്ടുണ്ട്, മാക്രോൻ്റെ പല കാര്യങ്ങളും അവർ യൂസ് ചെയ്തിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് കാര്യങ്ങൾ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ട്, മാത്തമാറ്റിക്സ് കുറച്ച് കാര്യങ്ങൾ, ഓപ്പറേഷൻ റിസർച്ചും അതേപോലെ അക്കൗണ്ടിങ് കാര്യങ്ങളും അതൊക്കെ അതിലത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ മാനേജറിയൽ എക്കണോമിക്സിലെ എക്കണോമിക്സുകൾ പലതും യൂസ് ചെയ്തിട്ടുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് യൂട്യൂബിൽ നിന്ന് ചിലപ്പോൾ നോക്കും, കുറേ നമ്മുടെ കയ്യിൽ നിന്ന് ഇട്ട് നോക്കും, കുറേ നമ്മുടെ അമ്മമാർ പറഞ്ഞത് കേൾക്കും. അങ്ങനെ പല സ്ഥലത്തുനിന്നും പല കാര്യങ്ങൾ എടുത്തിട്ടാണ് ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത്. അതേപോലെ തന്നെയാണ് മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞത്. അവർ പല കാര്യങ്ങളും ഇതിലുള്ള പല ടൂൾസും യൂസ് ചെയ്തിട്ടാണ് അവരൊരു ഒരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ടാവുക. ഒരു ഫേമിൻ്റെ ഡിസിഷൻ എടുക്കണമെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും അവർ എടുക്കുന്നുണ്ടാവുക. അതുകൊണ്ടാണ് ഇതൊക്കെ റിലേറ്റഡ് ആണെന്ന് പറയണത്. നെക്സ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ഓർ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ് ഓർ തിയറീസ് എല്ലാം പറയാം. എക്കണോമിക് ടൂൾസ് വേണമെങ്കിൽ പറയാം, പ്രിൻസിപ്പിൾസ്, അതേപോലെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സ്, തിയറീസ് ഒക്കെ പറയാം. പ്രിൻസിപ്പിൾസ് ഇൻ മാനേജ്മെൻറ്റ് എക്കണോമിക്സ്. ഫസ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് to the cost of foregoing or giving up an opportunity. ഒരു എക്സാമ്പിളായിട്ട് പറയാം, അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടാം. അതായത് എൻ്റെ കയ്യിലൊരു രണ്ട് കയ്യിലും ഒരു കയ്യിൽ ആപ്പിളുണ്ട്, ഒരു കയ്യിൽ ഓറഞ്ചും ഉണ്ടെന്ന് വയ്ക്കുക. എന്നെ ഫോളോ ചെയ്തിട്ട് ഒരു കുട്ടി വരികയാണ്. അവൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ആപ്പിളിലേക്കായിരിക്കും അവൻ്റെ കോൺസെൻട്രേഷൻ. അവൻ എങ്ങനെയെങ്കിലും ആപ്പിൾ കിട്ടാൻ വേണ്ടിയിട്ട് എന്നെ ഇങ്ങനെ കിടന്ന് ഓടിക്കുന്ന സമയത്ത് എന്താ ചെയ്യണേ എനിക്ക്. എന്നിട്ട് ഇതെങ്ങനെ പോയാലും അവൻ എൻ്റെ കയ്യിൽ നിന്ന് ആപ്പിൾ മേടിക്കുമെന്ന് അവൻ ഉറപ്പിച്ചിട്ടാണ് അവൻ വരണത്. അപ്പം എന്താ ചെയ്യണത്, ഞാനത് എൻ്റെ കയ്യിൽ നിന്ന് ആ ആപ്പിൾ എടുത്ത് അവന് എറിഞ്ഞു കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പം എനിക്ക് ഓറഞ്ച് കിട്ടിയല്ലോ എന്നൊരു സന്തോഷമുണ്ട്. അതിന് പറയണത് തന്നെയാണ് എന്തെന്നാ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പർച്യൂണിറ്റി. ഇറ്റ് റെഫേഴ്സ് ദ കോസ്റ്റ് ഓഫ് foregoing or giving up an opportunity. It is earning that would be realized available resources were put to some other use. The opportunity cost measured by sacrifice made in decision. If there is no sacrifice involved by decision, there is no opportunity cost. ഇതിനൊന്നും ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനൊന്നും കൂടി പറയും ഓൾട്ടർനേറ്റീവ് കോസ്റ്റ് ഓർ ട്രാൻസ്ഫർ കോസ്റ്റ്. ഒന്നും നഷ്ടപ്പെട്ടാലും മറ്റൊന്നും കിട്ടിയതിൻ്റെ ഒരു സന്തോഷം. ആപ്പിൾ പോയാലും ഓറഞ്ച് ഉണ്ടാവുമെന്ന് പറയും. അതിന് പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പറഞ്ഞാൽ ഒന്ന് സാക്രിഫൈസ് ചെയ്താൽ മറ്റേതൊന്ന് കിട്ടും, അല്ലെങ്കിൽ രണ്ടും സാക്രിഫൈസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അല്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. അതായത് ഇൻക്രിമെൻ്റലിസം ഓർ ഇൻക്രിമെൻ്റൽ റിസോഴ്സിങ് ഇൻവോൾവ്സ് അതായത് കോസ്റ്റ് റവന്യൂവിൽ ഉണ്ടാവുന്ന മാറ്റം, അതായത് ഡിസൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻക്രിമെൻ്റൽ കോസ്റ്റ് അല്ലെങ്കിൽ ഇൻക്രിമെൻ്റൽ റവന്യൂവിൽ ഉണ്ടാവുന്ന ചേഞ്ചസിനെ പറയുന്നതാണ് എന്തെന്നാണത് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം എന്ന് പറഞ്ഞത്. അതിൽ പറയുന്നത് incrementalism or incremental resolving involves estimating the impact of decision order. Two impact incremental concept used manually are incremental cost or incremental revenue. Incremental cost is change in total cost of resulting from ഡിസിഷൻസ്. അതായത് കോസ്റ്റിലോ അല്ലെങ്കിൽ റവന്യൂവിലും ഡിസിഷൻ എടുക്കുന്ന സമയത്ത് കോസ്റ്റിലോ അല്ലെങ്കിൽ റവന്യൂവിൽ വരുന്ന മാറ്റങ്ങൾ അതിന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇൻക്രിമെൻ്റലിസം. പിന്നെ പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ്. ടൈം എന്ന് പറഞ്ഞാൽ കേട്ടാൽ തന്നെ നമുക്കറിയാമല്ലോ, ഷോർട്ട് ടേം ഉണ്ട്, പീരീഡ് ഉണ്ട്, ലോങ് ടേം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ പല പീരീഡുകൾ പറയില്ലേ. ടൈം എന്ന് പറഞ്ഞാൽ കേൾക്കില്ലേ, ടൈം പീരീഡ്, അതിന് പറയുന്നതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസെപ്റ്റീവ്. മാർഷൽ എന്ന് പറഞ്ഞ ആളാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസെപ്റ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. He conveyed 4 market forms based on time: the very short period, long period, and secular period. The manner we consider short run and long run effect of decision on revenue and cost. Short run and long run effect on cost and revenue.
അതായത് മാർഷലാണ് ഇത് കണ്ടുപിടിച്ചത്. പീരീഡ് എന്ന് പറയുന്നത് എന്താ, ലോങ് ടേൺ അല്ലെങ്കിൽ ഷോർട്ട് ടേൺ. മെയിനായിട്ട് അവർ നോക്കുക ലോങ് ടേണും അതുപോലെ ഷോർട്ട് ടേം ഓഫ് ദി എന്താ റവന്യൂവിലും കോസ്റ്റത്തെയും കാര്യങ്ങൾ മാത്രം ആര് നോക്കണത്, പ്രിൻസിപ്പിൾ ഓഫ് ടൈം പെർസ്പെക്റ്റീവ് നോക്കണത്. നെക്സ്റ്റ് വണ്ണാണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ എൻ്റെ കല്യാണം കഴിഞ്ഞത് 2016 എൻ്റെ കല്യാണം കഴിഞ്ഞത്. ആ സമയത്തുള്ള ഗോൾഡിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 22,000-23,000 കണ്ടായിരുന്നു. ഇന്നിപ്പോഴത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, 36,000 അല്ലെങ്കിൽ 40,000, 42 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഭാവി കാണുമ്പോൾ നമുക്ക് എന്താ, നാളേക്ക് കാണുമ്പോൾ എന്താണ്, ഫ്യൂച്ചറിൽ പൈസ കിട്ടും എന്നൊരു ഇതുണ്ടാവുമല്ലോ. നമുക്ക് ഇന്നത്തേനേക്കാളും അടുത്ത പ്രാവശ്യം ആ ഇതിനൊരു മൂല്യം ഉണ്ടാകുന്നതിനെ പറയണത് ആ പ്രിൻസിപ്പിൾ ഓഫ് എന്താണ്, ഡിസ്കൗണ്ടിങ്. അതായത് മണി വാല്യൂ. ദ കോർ ഡിസ്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഈസ് റുപ്പി ഇൻ എ ഹാൻഡ് ടുഡേ ഈസ് വർത്ത് മോർ ദാൻ എ റുപ്പി ടു റിസീവ് ടുമാറോ. ഇന്നത്തെ പൈസയില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ 2016 തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞു. അന്ന് എൻ്റെ ഈ പവന് 22,000 രൂപയായിരുന്നു. ഇന്നിപ്പോൾ എനിക്ക് ഈ സ്വർണ്ണം വിൽക്കുമ്പോൾ എത്രയായി, 36,000. എത്രയോ ചേഞ്ചസ് വന്നു. അതാ പറഞ്ഞത്, ഇന്നത്തെ അല്ല, ചിലപ്പോൾ നമുക്ക് നാളെ കിട്ടണം ബാഗിൽ. അതാണ് എന്തെന്നാണത്, പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ്. ദ അതർ റീസൺ ഈസ് വെയിറ്റ് ഫോർ ഫ്യൂച്ചർ ഇംപ്ലൈസ് സാക്രിഫൈസ് ഇൻ പ്രസൻറ്റ്. ചിലപ്പോൾ ഇന്ന് നഷ്ടം വരും. ഇപ്പോൾ അന്ന് 22,000 സ്വർണ്ണം എടുക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കരമായിരുന്നു, ടെൻഷനായിരുന്നു. ഇപ്പോഴോ അതുപോലെ തന്നെയാണ്. അതായത് നമുക്ക് ഭാവി അൺസർട്ടൻ ആണ്, റിസ്ക് ഉള്ള കാര്യമാണ്. പക്ഷെ അത് സാക്രിഫൈസ് ചെയ്താൽ നമുക്ക് ലാഭം കിട്ടും. അതാണ് എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഡിസ്കൗണ്ടിങ് എന്ന് പറഞ്ഞത്. അടുത്തതാണ് margin principle. The one of widely concept marginal economics principle also known as principle of maximum satisfaction. അതായത് ഇപ്പോൾ ഞാനൊരു ചുരിദാർ മേടിച്ചു എന്നൊക്കെ, ആ ചുരിദാർ മേടിച്ച സമയത്ത് എന്താ പറയുക, 1000 രൂപയുടെ ഒരു ചുരിദാറാണ് മേടിച്ചത്. ഇട്ട് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു, നല്ല എന്താ അടിച്ചപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അപ്പുറത്തെ കടയിൽ ഒരു 2,000 രൂപയ്ക്ക് ആ ചുരിദാർ കണ്ടപ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല, ഒരു മാക്സിമം സാറ്റിസ്ഫാക്ഷൻ. എന്താ പറയുക, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് അതിന് നമുക്ക് കിട്ടുന്നൊരു വാല്യൂ, അതിന് പറയുന്നതാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ മേടിച്ചതിനേക്കാൾ മറ്റൊരുത്ത് വില കൂടി എന്ന് പറയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ഉണ്ടാവില്ലേ, അതിന് പറയണതാണ് എന്തെന്നാണ് ഇക്യു മാർജിനൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതാണ് 4 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വണ്ണാണ് റോൾ ഓഫ് മാനേജറിയൽ എക്കണോമിക്സ് ആയിരുന്നു, തെറ്റിപ്പോയതാണ്, സോറി. മാനേജറിയൽ എക്കണോമിക്സിൻ്റെ റോളും അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന്. അതായത് ഒരു എക്കണോമിക്സിൻ്റെ റോള്, നിങ്ങളുടെ റോൾ എന്താ, പഠിക്കുക, കോളേജ് വരിക, പഠിക്കുക, ഇതാണ് നിങ്ങളുടെ റോള്. ഇതേപോലെ തന്നെ നമ്മുടെ ഒരു ഫേമിൽ എങ്ങനെയാണ് എക്കണോമിക്സുകൾ കാണിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ, അവരുടെ റോൾ എന്താണ്, അവരുടെ ഫങ്ഷൻ എന്താണ്. To foresee the risk or losses and warn the firm of this risk and losses. അതായത് ഭാവിയിൽ ലൂസ് ഉണ്ടാവും എന്ന് കണ്ടിട്ട് അല്ലെങ്കിൽ റിസ്ക് ഉണ്ടെന്ന് കണ്ടിട്ട് അതിനെ പറ്റിയിട്ട് അവരെ വാൺ ചെയ്യുക, മറ്റുള്ളവരോട് വാൺ ചെയ്യുക, അതായത് ഫേമിനോട് വാൺ ചെയ്യുക. അവിടെ നമ്മളിപ്പോൾ അമ്മമാർ ചെറിയ കുട്ടികളോട് റോട്ടിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞത് അപകടം വരുന്നത് മുൻകൂട്ടി കണ്ടിട്ടല്ലേ, എന്നിട്ട് അവർ വാൺ ചെയ്യണ കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെയാണ് എക്കണോമിസ്റ്റ് അവരുടെ ഫേമിലെ ഭാവിയിൽ അവർ കണ്ടിട്ട് എന്താ പറയുക ഉണ്ടാവും. ചിലപ്പോൾ അതൊക്കെ അവർ എക്സ്പീരിയൻസിലൂടെ കാണുമായിരിക്കും. ആ കണ്ടിട്ട് എന്താ പറയുക, അത് കണ്ടിട്ട് അവരെ വാൺ ചെയ്യണതാണ് അവരുടെ ഒരു ഫങ്ഷൻ തന്നെ. പിന്നെ അഡ്വൈസ് ചെയ്യുക, ഫേം ഓൺ മാറ്റർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ, പ്ലാന്റ് ആൻഡ് എക്വിപ്മെൻറ്റ്, ഫിനാൻസ്, ഡൈവേഴ്സിഫിക്കേഷൻ, മോഡേണൈസേഷൻ, ടെക്നോളജി, സെയിൽസ് പ്രൊമോഷൻ എക്സെട്ര. ഇതിനൊക്കെ എന്താണ് അഡ്വൈസ് കൊടുക്കുക. ഒരു സാധനം മേടിക്കുന്ന കാര്യത്തിലോ അല്ലെങ്കിൽ ഫിനാൻസിലെ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ എന്താ പറയുക പല മോഡേണൈസ് ചെയ്യാം, ആ കമ്പനി മോഡേൺ ആക്കുക, അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒന്നൊരു അഡ്വൈസ് കൊടുക്കുക. ടു സജസ്റ്റ് വേസ് ആൻഡ് മീൻസ് ടു എക്സ്പാൻഡ് ദ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യണ കാര്യത്തിൽ സജഷൻസ് കൊടുക്കുക. എംപ്ലോയർ റിലേഷൻഷിപ്പ് പ്രൊമോട്ട് ചെയ്യുക. പിന്നെ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഫിലോസഫറായിട്ട് ആക്ട് ചെയ്യും, അല്ലെങ്കിൽ ഗൈഡായിട്ട് ആർക്കും ബിസിനസ് മാനിനെ എന്താ ഫ്രണ്ടായിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫിലോസഫറായിട്ട് ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൈഡായിട്ട് ആക്ട് ചെയ്യാം. പിന്നെ
to help management making right choice of investment, ensure the business operating brings a fair return on capital employed. നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞു കൊടുക്കുക. പിന്നെ ടു അനലൈസ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഫേം ഡിസിഷൻസ്. പുറത്തത്തെ കാര്യം എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ലൈക്ക് നാഷണൽ ഇൻകമോ ബിസിനസ് സൈക്കിളോ അങ്ങനത്തെ പല കാര്യത്തിനെ പറ്റിയിട്ട് എന്താണ് അനലൈസ് ചെയ്തിട്ട് ഫേം ഡിസിഷൻ എടുക്കുമ്പോൾ പുറമേത്തെ കാര്യങ്ങളും കൂടി അന്വേഷിക്കുക. ഒരു കല്യാണക്കാരിയാണെങ്കിൽ എന്താ ചെയ്യുക, നമ്മൾ വീട്ടിലത്തെ ആൾക്കാർ മാത്രമല്ല പുറത്തത്തെ ആൾക്കാരെയും കൂടി ഇൻവോൾവ് ചെയ്തില്ലേ അവർ ഡിസിഷൻ എടുക്കുക. ചിലപ്പോൾ അയൽവക്കാരോട് ചോദിക്കും, അല്ലെങ്കിൽ പുറത്തത്തെ കസിൻസിനോട് ചോദിക്കും. അതേപോലെ തന്നെ ടു അനലൈസ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓപ്പർച്യൂണിറ്റി ത്രെഡ്സ് കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ബിസൈഡ് ദിസ് ഫങ്ഷൻ മാനേജ് എക്കണോമിക്സ് പെർഫോം ഫോളോയിങ് സ്പെസിഫിക് ഫങ്ഷൻസും കുറച്ചും കൂടി ഉണ്ട്. സെയിൽസ് ഫോർകാസ്റ്റിംഗ്, മാർക്കറ്റ് റിസർച്ച്, പ്രൊഡക്ഷൻ ഷെഡ്യൂളിങ്, ഇൻവെസ്റ്റ്മെൻറ്റ് അപ്രൂവൽ, അഡ്വൈസ് ഓൺ ട്രേഡ്, അങ്ങനത്തെ കാര്യങ്ങൾ ഫോർകാസ്റ്റിങ് പറഞ്ഞ തന്നെ ആ കാര്യങ്ങളും കൂടി അവർ എന്താ പറയുക ഫങ്ഷൻസ് ചെയ്യുന്നു, മാനേജ്മെൻറ്റ് എക്കണോമിക്സ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വണ്ണാണ് ഡിസിഷൻ മേക്കിംഗ്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞത് എന്താ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം തന്നെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പല അഭിപ്രായങ്ങൾ കേൾക്കും, അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് പല അഭിപ്രായം കേൾക്കും. ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ വരുന്ന സമയത്ത് തന്നെ പലതും പറഞ്ഞിടും, ഈ കോഴ്സ് നന്നാവില്ല, അല്ലെങ്കിൽ ഇങ്ങനെ നന്നാവില്ല, അത് നന്നാവില്ല, ഇത് നന്നാവില്ല എന്നൊക്കെ പല അഭിപ്രായങ്ങൾ കേൾക്കും. അതിൽ നിന്ന് ബെസ്റ്റായിട്ട് ചൂസ് ചെയ്തിട്ട് അത് അപ്ലൈ ചെയ്യുന്നതിനൊക്കെ തന്നെയാണ് ഈ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. ഇസ് എ ചോയ്സ് മെയ്ഡ് ഫ്രം അവൈലബിൾ ഓൾട്ടർനേറ്റീവ്സ്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് പല വ്യത്യസ്തമായ അഭിപ്രായങ്ങളിൽ നിന്ന് കറക്റ്റായിട്ടൊന്ന് ചൂസ് ചെയ്യുന്നതിന് പറയണതാണ് എന്തെന്നാണത് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. പീറ്റർ ഡ്രക്കർ സെയ്ഡ് വാട്ട് എവർ എ മാനേജർ ഡസ് ഹി ഡസ് ത്രൂ ഡിസിഷൻ മേക്കിംഗ്. എന്താണ് മാനേജർ ചെയ്യുന്നത് അത് അയാളുടെ ഡിസിഷൻ അനുസരിച്ചിട്ടായിരിക്കും അയാൾ ഇത് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ജെയിംസ് എന്ന് പറഞ്ഞാൽ ഡിസിഷൻ മേക്കിംഗ് ഇസ് എ പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈ ആൻഡ് സെലക്ടിങ് കോഴ്സ് ഓഫ് ആക്ഷൻ ടു സോൾവ് എ സ്പെസിഫിക് പ്രോബ്ലം. അതേപോലെ പറയുന്നത് ഒരു പർട്ടിക്കുലർ പ്രോബ്ലം ഉണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടാവുമല്ലോ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടാവുക. പർട്ടിക്കുലർ പ്രോബ്ലം എന്നുണ്ടാവും, ആ പ്രോബ്ലത്തിനെ നമ്മളെല്ലാവരും കൂടിയിട്ട് എന്താണ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്താണോ വേണ്ടതെന്ന്, എന്നിട്ട് അതിൽ നിന്ന് എന്താണ് ആ പ്രശ്നം എന്ന് നോക്കിയിട്ട് അതിന് നല്ല അഭിപ്രായം തിരഞ്ഞെടുത്തിട്ട് അതിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് പറയുന്നതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അടുത്തതാണ് ഡിഫറെൻറ്റ് സ്റ്റെപ്പ് ഉണ്ട്. ഡിസിഷൻ മേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ്സ് നിന്ന് നല്ല ബെസ്റ്റ് വണ് ചോയ്സ് ചെയ്യുക. നിങ്ങളുടെ കാര്യം തന്നെ എടുത്തോളൂ. ചിലപ്പോൾ നിങ്ങളുടെ പഠിപ്പിൻ്റെ കാര്യമായിരിക്കും, ചിലവർക്ക് പല അഭിപ്രായങ്ങളാവും. ചില കോളേജ് വേണമെന്നോ, അല്ലെങ്കിൽ ഇത് എന്താ പറയുക ഈ കോഴ്സ് വേണമെന്നോ, അല്ലെങ്കിൽ വേറെ കോഴ്സ് ചെയ്യണമെന്നോ, അങ്ങനെ പല അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഇത് ചെയ്യരുത്, അങ്ങനെ നിങ്ങളുടെ തന്നെ വീട്ടിൽ പല അഭിപ്രായങ്ങൾ ഉണ്ടാവില്ലേ. അതിൽ നിന്നിട്ട് നിങ്ങൾ ഒരു ഡെസിഷൻ എടുക്കണമെന്നില്ലേ, അതിനൊക്കെ പറയണത് തന്നെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അത് എന്തായിരുന്നു പ്രോബ്ലം, പഠിക്കണതായിരുന്നു പ്രോബ്ലം, ആ പ്രോബ്ലത്തിന് ബെസ്റ്റ് സൊല്യൂഷൻ എടുത്തിട്ട് നിങ്ങളത് പഠിക്കാൻ വരുന്നു, അതുതന്നെയാണ് ഡിസിഷൻ മേക്കിംഗ്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്. അതായത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി. The problem, there will be no decision. The problem must be identified correctly. Problem is different between actual statement of affair, desired statement of affair. In other words, the gap between where one and where one wants to be. ആദ്യം എന്താണെന്ന്, പ്രോബ്ലം എന്താണെന്നുള്ളത് നന്നായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. അല്ലെങ്കിൽ പ്രശ്നം വേറെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ഡിസിഷൻ എടുത്തത് വേറെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രശ്നവും വേറെ ആയിരിക്കും. അങ്ങനെ രണ്ട് രീതിയിലായിട്ട് മാറും. അപ്പം ആദ്യം എന്താ വേണ്ടത്, ഐഡൻറ്റിഫൈ കറക്റ്റ്ലി എന്താണോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യാം. അത് ഐഡൻറ്റിഫൈ ചെയ്യാം. നെക്സ്റ്റ് വണ്ണാണ് ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ്സ്. ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ദ മെയിൻ ഒബ്ജക്റ്റീവ് വിൽ ബി പ്രോഫിറ്റ് മാക്സിമൈസ്. സംടൈം ഓർഗനൈസ് ഹാവ് മൾട്ടിപ്പിൾ ഗോൾസ് ലൈക്ക് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ അലോങ് വിത്ത് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നെക്സ്റ്റ് എന്താണ് അത് അച്ചീവ് ചെയ്യുക എങ്ങനെയാണ്, മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞത് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റുള്ള കാര്യം ഡിറ്റർമിൻ ചെയ്യാം.
Develop alternative. The problem can be solved in several ways. There is next step to develop alternate course of action solution. Ideally speaking, the decision maker would explore the possible alternative, choose best one. One are integrally develop in one research and development. Another alternative joint venture known as internationally framed company or another technical collaboration. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക. ആൾട്ടർനേറ്റീവ്സ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങൾ കേൾക്കുക. അതാണ് ഡെവലപ്പ് ദ ആൾട്ടർനേറ്റീവ്സ്. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡിഫൈൻ ദ പ്രോബ്ലം ഓഫ് ഓർ ഓപ്പർച്യൂണിറ്റി. എന്താണ് പ്രോബ്ലം എന്ന് കറക്റ്റ്ലി ആയിട്ട് ഐഡൻറ്റിഫൈ അല്ലെങ്കിൽ അനലൈസ് ചെയ്യുക. നെക്സ്റ്റ് എന്നാണ് ഡിറ്റർമിൻ ഒബ്ജക്റ്റീവ്. ഡിറ്റർമിൻ എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആയിരിക്കും നമ്മുടെ ഏറ്റവും വലുത് കാര്യം. അതെന്താ പറയുക, ഡിറ്റർമിൻ ചെയ്യുക എങ്ങനെ പ്രോഫിറ്റ് മാക്സിമം സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെവലപ്പ് ഓൾട്ടർനേറ്റീവ്സ് അതായത് പല അഭിപ്രായങ്ങളും തിരഞ്ഞെടുക്കുക. പലയിടത്തു നിന്നായ പല അഭിപ്രായങ്ങളും എടുക്കുക. ആ അഭിപ്രായം ഇവാലുവേറ്റ് ദിസ് ഓൺ ബെനിഫിറ്റ് ആൻഡ് ലിമിറ്റേഷൻ. ഇവാലുവേറ്റ് ഓർഡർ എഗെയിൻസ്റ്റ് എ സെറ്റ് ഓഫ് ക്രൈറ്റീരിയ. The pros cons of each alternate should be analyzed, gathering necessary information. ഇപ്പോൾ പലയിടത്തു നിന്നായിട്ടുള്ള അഭിപ്രായങ്ങളില്ലേ, ആ കാര്യം എന്താ നന്നായി അസലായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. അതിന്ന് എന്താ ഇവാലുവേറ്റ് ചെയ്തെന്ന് ചൂസ് ദ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ്. അതിൽ നിന്ന് നല്ലൊരു അഭിപ്രായം തിരഞ്ഞെടുക്കുക. ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ആ പറഞ്ഞ ക്രൈറ്റീരിയ അനുസരിച്ച് ബെസ്റ്റ് വണ്ണ് അതിന്ന് സെലക്ട് ചെയ്യുക. അത് വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ലീനിയർ പ്രോഗ്രാമിങ്ങോ ഗെയിം തിയറി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നല്ല ബെസ്റ്റ് വണ്ണ് ചൂസ് ചെയ്യാം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുക, അതങ്ങോട്ട് നടപ്പിലാക്കുക. ദിസ് മീൻസ് ആൾട്ടർനേറ്റീവ് സെലക്ട് ഈസ് അപ്ലൈഡ് ഇൻ സ്പെസിഫിക് പ്രോഗ്രാം ഏരിയ. നമ്മുടെ പ്രോബ്ലമുള്ള സ്ഥലത്തേക്കൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഇവാലുവേറ്റ് ദ റിസൾട്ട്. ഇവാലുവേറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് ചെയ്തിട്ടിട്ട് പോയാൽ മാത്രം പോരല്ലോ. അത് പ്രോബ്ലം ഇനി എന്താ പറയുക, അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യണത്, അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, പ്രോബ്ലമൊക്കെ സോൾവ് ആയോ എന്ന് നോക്കുക. അത് ഫോളോ അപ്പ് അല്ലെങ്കിൽ ഫീഡ്ബാക്ക്, അതെങ്ങനെ ചെയ്തപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ അവർക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് നോക്കുക. അതാണ് ഇവാലുവേറ്റ് റിസൾട്ട്. ഒരു വാഷിംഗ് മെഷീൻ വന്നിട്ട് കേടായി കഴിഞ്ഞിട്ട് വന്ന് നോക്കും. അത് കഴിഞ്ഞ് എന്താ ചിലപ്പോൾ പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് വിളിച്ച് നോക്കും, ഇപ്പോൾ സാറേ കുഴപ്പമൊന്നുമില്ലല്ലോ, അത് ചെയ്ത് ശരിയായില്ലേ എന്നൊക്കെ ചോദിക്കില്ല. അതേപോലെ തന്നെയാണ് എന്താണ് ഇവാലുവേറ്റ് റിസൾട്ട്. ആദ്യം പ്രോബ്ലം ഡിഫൈൻ ചെയ്യുക, ഐഡൻറ്റിഫൈ ചെയ്യുക, നമ്മുടെ ഗോൾസ് സെറ്റ് ചെയ്യുക, പിന്നെ പലരുടെയിൽ നിന്ന് അഭിപ്രായങ്ങൾ എടുക്കുക, എന്നിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുക. ഇവാലുവേറ്റ് ചെയ്തതെന്ന് ഏതാണോ ബെസ്റ്റ് അത് ചൂസ് ചെയ്യുക, അത് അപ്ലൈ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് വീണ്ടും ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഫീഡ്ബാക്ക് ചെയ്യുക. നെക്സ്റ്റ് വണ്ണാണ് ഫോർവേഡ് പ്ലാനിങ്. അത് ഇച്ചിരി ഉള്ളോ, അതുകൊണ്ടാണ് എഴുതാതെ. ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ is go hand with a decision. Forward planning is the most delicate, complicated issue in decision making. എന്താ ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഫ്യൂച്ചർ നമ്മൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുക. അതാണ് ഫോർവേഡ് പ്ലാനിങ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടില്ലേ, ഭാവി കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യണതിന് പറയുന്നതാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറഞ്ഞത്. ബിക്കോസ് അതിന് തന്നെ ഫോർവേഡ് പ്ലാൻ സിംപ്ലി ഫോർമുലേറ്റ് എ ഫ്യൂച്ചർ ബിസിനസ് പ്ലാൻ. ഇറ്റ് മീൻസ് എസ്റ്റാബ്ലിഷിംഗ് പ്ലാൻ ഫോർ ഫ്യൂച്ചർ ക്യാരി ഔട്ട് ഡിസിഷൻ ടേക്കൺ. ഇറ്റ് ഇൻവോൾവ് പ്രഡിക്ഷൻ ആൻഡ് ഫോർകാസ്റ്റിംഗ്. ഭാവിയിൽ ഇങ്ങനെ ഉണ്ടാവും. അപ്പം നമ്മൾ പറയില്ല കൊറോണയ്ക്ക് വാക്സിൻ മാറും, ജനുവരി ഒക്കെ ആകുമ്പോൾ കുറച്ച് കുറയും എന്നൊക്കെ പറയില്ലേ. അപ്പോൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് ജനുവരി ആകുമ്പോൾ ഒരു 100 പേരെയൊക്കെ കൂട്ടാം, അതൊക്കെ ശരിയാവും. അങ്ങനെ എന്താ പറയുക, ഭാവി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നതിന് പറയുന്നതാണ് ഫോർവേഡ് പ്ലാനിങ് എന്ന് പറയുന്നത്. അതിന് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത് ഫോർവേഡ് പ്ലാനിങ് ഒരിക്കലും ഈസി ഇതല്ല. അത് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ ആയതുകൊണ്ട് വളരെ റിസ്ക് കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. ഒരു സ്മോൾ മിസ്റ്റേക്ക് ഇൻ പ്രഡിക്ഷൻ ക്യാൻ ബി റിസൾട്ട് ഇൻ കൊളാപ്സ് ആൻഡ് ഹ്യൂജ് ലോസ് ഓഫ് ബിസിനസ്. കാരണം കഴിഞ്ഞ നമ്മൾ ഇതുപോലെ ഭാവി കണ്ടിട്ട് എന്നില്ല കാര്യങ്ങൾ ചെയ്തിരുന്നത്. ഭാവി കണ്ടിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാവില്ലല്ലോ. കഴിഞ്ഞ കൊല്ലത്തെ കുറേ പേർക്ക് നഷ്ടം വന്നില്ലേ. കഴിഞ്ഞ കൊല്ലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കൊല്ലത്തേക്കാളും അപേക്ഷിച്ച് ഈ കൊല്ലം നോക്കുമ്പോൾ എന്താ കുറേ നഷ്ടങ്ങൾ വന്നില്ലേ. അങ്ങനെ വരുമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ടാണ് പറഞ്ഞാൽ ഫ്യൂച്ചർ എന്നാണ് അൺസർട്ടൺ. അപ്പോൾ ഫോർവേഡ് പ്ലാനിങ് എപ്പോഴും ഒരു റിസ്കി ഫാക്ടറാണെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഈ ചാപ്റ്റർ കഴിഞ്ഞു.